ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു കഥ നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ കേട്ട കഥയാണ്, ഞാൻ വായിച്ച കഥയാണ്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കഥയാണ്. അതിനു മുമ്പായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ ഇടയായിട്ട് കേട്ട ഒരു കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ഒരു ഗുരുകുലം. ആ ഗുരുകുലത്തിൽ ഒരു ഗുരുവും അനേകം ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഈ അനേകം ശിഷ്യന്മാർ ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും കടന്നു വന്ന ശിഷ്യന്മാരായിരുന്നു. അങ്ങനെ ഒരു ഗുരുകുലത്തിൽ ആ ഗുരു ശിഷ്യന്മാരിങ്ങനെ സന്തോഷത്തോടെ പോകുന്ന ദിവസം, ഒരു ദിവസം ഈ ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മൾ ഒരിക്കലും മാംസാഹാരങ്ങൾ കഴിക്കരുത്. മാംസാഹാരം കഴിക്കുന്നവർക്ക് ശക്തി ഉണ്ടാകത്തില്ല. ഈ സസ്യബുക്കുകൾ, അതായത് വെജിറ്റബിൾസ് കഴിക്കുന്നവർക്കാണ് കൂടുതലായിട്ട് ബലങ്ങളൊക്കെ കിട്ടുന്നതെന്ന് പറയാനിടയായിത്തീർന്നു. അങ്ങനെ ഗുരു പറഞ്ഞ സമയത്ത് ഒരു ശിഷ്യൻ സംശയം, ഗുരു അത് തെറ്റായ കാര്യമാണ്, ഗുരു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നൊക്കെ ആ ശിഷ്യൻ പറയാനിടയായി. അപ്പോൾ ഗുരുവിന് അതെന്താ ഇങ്ങനെ പറയുന്നത്? ഗുരുവിനൊരു ഒരു ആകാംക്ഷ തോന്നി, എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ ശിഷ്യൻ പറയാനിടയായിത്തീർന്നു, ഗുരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് പറഞ്ഞു, ഈ ലോകത്തിലേക്ക് നോക്കിയിട്ട് വേണം പല കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ. ഈ ലോകത്തിലുള്ള നമ്മുടെ പ്രകൃതിയെ നോക്കി, മൃഗങ്ങളെ നോക്കി, പറവകളെ നോക്കി പല കാര്യങ്ങളും നമ്മൾ പഠിക്കാനുണ്ടെന്ന് ഗുരു തന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം മൃഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മാംസബുക്കായിരിക്കുന്ന മൃഗങ്ങൾ, സസ്യബുക്കായിരിക്കുന്ന മൃഗങ്ങൾ, മിശ്രബുക്കായിരിക്കുന്ന മൃഗങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും നമുക്ക് കാണാം. അതിൽ വെജിറ്റബിൾസ് കഴിക്കുന്ന മൃഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തടിച്ചുരുണ്ട് വലിയ കൊഴുപ്പ് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന മൃഗങ്ങൾ. ആന നോക്കിക്കഴിഞ്ഞാൽ, പശുവിനെ നോക്കിക്കഴിഞ്ഞാൽ, പോത്തിനെ നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ മാംസബുക്കിനെ അപ്രകാരം നോക്കുകയാണെങ്കിൽ സിംഹം, പുലി, കടുവയൊക്കെ നല്ല ആരോഗ്യത്തോടും എനർജറ്റിക് ആയിരിക്കും. അവർക്ക് ശരീരം അത്രയും നല്ല രീതിയിലുള്ള ശരീരമുള്ളവർ, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടും നമുക്ക് വിലയിരുത്താം, മാംസം കഴിക്കുന്നവർക്കാണ് കൂടുതൽ ആരോഗ്യവും ബലവും, അല്ലെങ്കിൽ മാംസബുക്ക് ആൾക്കാരാണ് സസ്യബുക്കിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത്ത്, ശക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ ഗുരു ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകാനിടയിൽ തീർന്നു. വളരെ മനോഹരമായ കഥ, വളരെ നല്ല രീതിയിലുള്ളൊരു കഥയായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇന്ന് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിൽ ഇപ്രകാരം ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് നടക്കുവാനിടയായിത്തീരുന്നു. ബൈബിൾ വായിക്കുമ്പോഴും ബൈബിളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കഥാപാത്രങ്ങളിൽ ഒന്നാണ് ദാനിയേലിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത്. യഹൂദ ബാലന്മാരായിരിക്കുന്ന ദാനിയേലിനെയും, അല്ലെങ്കിൽ അവർക്ക് പേര് മാറ്റപ്പെട്ട ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന ഈ മൂവരെയും, ബേൽശസ്സർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 4 പേരെയും യഹൂദ ബാലന്മാരെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നതൊക്കെ യെഹോക്യാമിൻ്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സംഭവബഹുലമായ ഒരു വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ദാനിയേലിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചതായിട്ട് കാണാൻ പറ്റും. സിംഹത്തിൻ്റെ വായി അടച്ച ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. തീയിലേക്ക് ഇറങ്ങി വന്ന ശദ്രക്ക്, മേശക്ക്, അബേദിനോട് കൂടെ തീയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. പലരും പല കഥകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കാര്യം. എങ്കിൽ അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ മുന്നേ പറഞ്ഞ കഥയോടനുബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നേരെ തിരിച്ചാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ബേൽശസ്സർ എന്ന് പറയുന്ന ബാലന്മാരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് രാജാവ് കൽപ്പിച്ചു, എനിക്ക് തരുന്ന രാജകീയ ഭോജനങ്ങൾ ഇവർക്ക് നൽകി കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ഈ രാജധാനിയിലേക്ക് കൊണ്ടുവന്ന ബാലന്മാർക്ക് രാജകീയ ഭോജനം നൽകി അവരെ പുഷ്ടി പ്രാപിക്കണം. അവരെ തിരഞ്ഞെടുക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ നിന്ന് രാജാവ് ഇപ്രകാരം പറയുന്നു. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പെനാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയും കുലീനന്മാരിലും വെച്ച് അംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിനും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനവും
രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദേരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ അല്ലെങ്കിൽ അവർക്ക് മറുപേരായി അവരുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ദാനിയേൽ, ഹനന്യാവ്, മിശയേൽ, അസര്യാവ് എന്നീ പറയുന്ന യഹൂദന്മാർ. ഈ യഹൂദ ബാലന്മാരെ അവർക്ക് കൊണ്ടുവന്നിരുന്നു. ഈ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മിശയേൽ, അസര്യാവ് എന്നീ യഹൂദ പുത്രന്മാരുണ്ടായിരുന്നു. ഈ പുത്രന്മാരുടെ പ്രത്യേകത, ഇവർ ജ്ഞാന നിപുണന്മാരായിരുന്നു. അവർക്ക് വളരെ അറിവുണ്ടായിരുന്നു, സൗന്ദര്യമുണ്ടായിരുന്നു. ഏതൊരു കാര്യത്തിലും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെയായിരുന്നു രാജാവ് രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഇടയായി തീർന്നത്. ഇത് ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. എന്നിട്ടും രാജാവ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ചില കാര്യങ്ങളുണ്ട്. അവർക്ക് രാജകീയ ഭോജനം അവർക്ക് നൽകിയിട്ട് അവരെ കൂടുതലായിട്ട് അഭ്യസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ യഹൂദ പുത്രന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് ദാനിയേലിനെയും ഹനന്യാവിനെയും മിശയേലിനെയും അസര്യാവിനെയും തൻ്റെ പാനപാത്രവാഹകന ഒരു ഷണ്ണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ദാനിയേലും തൻ്റെ മറ്റുള്ള ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന ഈ മൂന്ന് പേരും ഈ തന്നെ നോക്കുവാൻ ഏൽപ്പിച്ച വ്യക്തിയോട് ഇപ്രകാരം പറയുകയാണ്: ഞങ്ങൾക്ക് രാജകീയ ഭോജനങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് വീഞ്ഞ് വേണ്ട, മത്സ്യം വേണ്ട, മാംസം വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ഇതിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അവരവിടെ ഒരു വലിയൊരു നോ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രാജസന്നിധിയിലാണ് ഉള്ളത്. രാജാവിൻ്റെ കാര്യസ്ഥന്മാരായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്ന ആൾക്കാരാണ്. രാജധാനിയിൽ ശുശ്രൂഷ ചെയ്യാൻ ഗവൺമെൻറ് ജോബ് കിട്ടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവരോട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അവർ വലിയൊരു ബിഗ് നോ അവിടെ പറയുകയാണുണ്ടായി. വലിയൊരു ബിഗ് നോ. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് പറ്റാതിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ നോ പറയുക എന്നുള്ളത്. ഒരു നോ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വളരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാനിടയായിത്തീരും. ഒരുപക്ഷെ നമുക്കൊരു ജോലി, ഒരു നോ പറയുമ്പോൾ വലിയ സാലറിയോട് കൂടിയുള്ള ജോലി ആയിരിക്കും, പക്ഷേ നമ്മളൊരു നോ പറഞ്ഞ് കളയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സ് നമ്മളെ സമ്മതിക്കാതെ അതിന് യെസ് പറഞ്ഞിട്ട് പല കുഴിയിലേക്കും പോയി വീഴുവാൻ ചാൻസ് ഉണ്ട്. ദൈവം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു വഴിയിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ പല നോകളും നമ്മൾ പറയേണ്ടതുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ പല നോകളും നമ്മൾ എടുത്തു പറയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നോ എന്ന് പറയുന്ന വാക്കിന് പലപ്പോഴും അർത്ഥമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോ പറയുവാൻ നമ്മളെപ്പോഴും സന്നദ്ധരാകുക. യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോവും പറയുവാൻ നമ്മൾ പ്രാപ്തരാകുക. അതിന് പരിജ്ഞാനം നിർബന്ധമുള്ള കാര്യമാണ്. പരിജ്ഞാനമില്ലെങ്കിൽ ഔദാര്യമായി നൽകുന്ന പിതാവിനോട് യാചിക്കത്രേ വേണ്ടത് എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണാൻ പറ്റും, ഈ ബേൽശസ്സറും തൻ്റെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഈ 4 പേരും അവരോട് അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന മിശയേൽ, പുള്ളിയുടെ പേര് ഞാൻ വിട്ടു, ആ പുള്ളിയോട് പറയുകയാണ്, മിശയേലിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് രാജകീയ ഭോജനമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഭക്ഷണം മതി. അപ്പം അവർ പറഞ്ഞു, അങ്ങനെ മിശയേൽ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകും. മിശയേൽ പറഞ്ഞു, എൻ്റെ ജോലി അവിടെ നിന്ന് നഷ്ടമായി പോകും എന്നൊക്കെ മിശയേൽ അവിടെ നിന്ന് പറഞ്ഞ സമയത്ത് ദാനിയേലും തൻ്റെ കൂട്ടുകാരും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു 10 ദിവസം ഞങ്ങൾക്ക് മാംസാഹാരം, രാജകീയ ഭോജനം വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് സസ്യാഹാരം മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവർ നോ പറഞ്ഞിട്ട് തങ്ങളുടെ വാക്കിനാൽ തിരഞ്ഞെടുത്തിരിക്കുന്ന, തങ്ങളെ അശുദ്ധമാക്കുവാൻ തയ്യാറാകാത്ത ചില ഭക്ഷണങ്ങൾ അവർ തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ തിരഞ്ഞെടുത്ത് അവർ ഭക്ഷണം കഴിച്ച് തൃപ്തരായി. 10 ദിവസം കഴിഞ്ഞിട്ട് അവരത് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ആ 10 ദിവസം രാജകീയ ഭോജനം കഴിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് പുഷ്ടി വെച്ചിട്ടും അവർക്ക് സൗന്ദര്യവർദ്ധനയും സകലതും വെച്ച് കണ്ടിരിക്കുന്ന ആൾക്കാർ ഈ 4 പേരായിരുന്നു, യഹൂദന്മാരായിരുന്നു. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുണ്ടായ കാരണം. ഞാൻ മുന്നേ പറഞ്ഞൊരു കഥയുടെ അടിസ്ഥാനത്തിൽ ആ കഥയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മാംസാഹാരം കഴിക്കുന്നവർ ശുദ്ധിയുള്ളതും വളരെ ആരോഗ്യവാന്മാരായിരിക്കുന്നു എന്ന് ശിഷ്യൻ പറഞ്ഞതുപോലെ ഇവിടെ തൻ്റേതായ കാര്യങ്ങൾ തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ഒരു വലിയൊരു നോ പറഞ്ഞ് തങ്ങളുടെ ശുദ്ധിയെ നശിപ്പിക്കുവാൻ, അശുദ്ധിയാക്കുവാൻ തയ്യാറാകാതെ അവർ തന്നെ ശുദ്ധീകരിക്കുന്ന രീതിയിൽ ഭക്ഷണ കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ അവർ കാണിച്ച ആ മനസ്സ്, അവർ പറഞ്ഞിരിക്കുന്ന നോ, അവർ രാജകീയ ഭോജനത്തിൽ പറഞ്ഞിരിക്കുന്ന നോ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു.
അവരെ രാജസന്നിധിയിൽ 3 വർഷത്തിന് ശേഷം കൊണ്ടുവന്നപ്പോൾ അവർ മറ്റുള്ളവരെക്കാളും ബുദ്ധിയുള്ളവരും മറ്റുള്ളവരെക്കാളും ജ്ഞാനമുള്ളവരും മറ്റുള്ളവരെക്കാളും വിവേകമുള്ളവരും സ്വപ്ന വ്യാഖ്യാനത്തിലുള്ളവരും അവർ പലതരത്തിൽ അവർ ഉന്നത നിലയിലേക്ക് രാജാവ് കാണുവാനിടയെത്തിയിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൽ നിന്ന് നമുക്ക് നോ പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ കാര്യങ്ങളെ തിരിച്ചറിയുവാൻ നമ്മൾ പ്രാപ്തരാകണം. നമ്മുടെ ജീവിതത്തിൽ പണത്തിനോട് ഒരുപക്ഷെ ഒരു 2 ലക്ഷം രൂപ ഞാൻ തന്ന് അല്ല ഒരാൾ തരുമ്പോൾ നമ്മളത് വാങ്ങി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ആ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നടക്കേണ്ടുന്നവരായിരിക്കും. ആ വ്യക്തി പറയുകയാണ് എനിക്ക് 2 ലക്ഷം രൂപ തന്ന് സഹായിച്ച ആളല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹം പറയുന്ന എന്ത് ഞാൻ അനുസരിക്കണ്ടോ. അദ്ദേഹം നമ്മുടെ വിശുദ്ധി വിട്ട് മാറിപ്പോകാൻ പറഞ്ഞാലും നമ്മൾ പോകേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്, നമ്മൾ നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയുക തന്നെ ചെയ്യണം. ദൈവം നമ്മളെ പോറ്റും എന്ന് പറഞ്ഞാൽ നമ്മളെ പോറ്റും. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ബേൽശസ്സർ ഈ 4 പേരുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ നോ പറഞ്ഞതിൻ്റെ ഗുണം അവരുടെ പിൻകാലത്ത് അവർക്ക് ലഭിക്കുവാനിടയായിത്തീരുന്നു. അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ നിമിഷങ്ങളിലേക്ക് അവർ കടന്നു പോകുവാനിടയായിത്തീരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു നോയുടെ അവസ്ഥ അല്ലെങ്കിൽ നോയുടെ ആവശ്യം കൂടുതലാണ്. ദൈവസന്നിധിയിൽ പലപ്പോഴും നമ്മൾ തീരുമാനമെടുക്കും, ഇന്ന കാര്യം ചെയ്യത്തില്ല. പക്ഷേ ഈ ലോകത്തിൻ്റെ പലതരത്തിലുള്ള ചിന്തകൾ, ഈ ലോകത്തിൻ്റെ പലതരത്തിലുള്ള സർക്കംസ്റ്റാൻസസ് നമ്മളെ പലതരത്തിലുള്ള സിറ്റുവേഷനിലേക്ക് തള്ളിയിടുന്ന അവസ്ഥകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സിറ്റുവേഷൻ വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് മാറി യെസ് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും കടന്നു വരുന്നുണ്ട്. ഇത് മാറ്റി നിർത്തി ഒരു ബിഗ് നോ പറയുവാൻ നിങ്ങളെല്ലാവരും തയ്യാറാകുക. ദൈവസന്നിധിയിൽ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു, അതിനുമപ്പുറമായി ആരെന്നെ നിർബന്ധിച്ചാലും അതിനൊരു നോ പറയുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായി തീരാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവർ ആ എടുത്ത തീരുമാനം അവരുടെ പിൻകാലത്തുള്ള ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും 4-മനായി കടന്നു വന്ന ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളൊരു നോ പറയുവാനിടയായി തീർന്നെങ്കിൽ, നിങ്ങളിൽ നിന്ന് ദൈവത്തിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ വേണ്ടി പലരും നിങ്ങൾ ഫോഴ്സ് ചെയ്യുമ്പോഴും അതിന് നോ പറയുവാനിടയായി തീരുന്ന ആ പ്രശ്നത്തിൻ്റെ പരിഹാരമായി യേശു കർത്താവ് കടന്നു വരുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയം ലഭിക്കുവാനിടയായി തീരുന്നു. അപ്രകാരം പ്രതിസന്ധികളോട് അല്ലെങ്കിൽ പിശാചിനോട് നോ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി യെസ് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.